കൊട്ടാരത്തിൽ കയറിയ കള്ളനായ അന്വേഷണ ഊർജിതം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ കവർച്ചയിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഉടൻ തയ്യാറാക്കും. കൊട്ടാരത്തിലെ ജീവനക്കാരെയും മോഷണം നടന്ന കാലയളവിൽ വന്നുപോയവരെയും ചോദ്യം ചെയ്യാനാണ് തുടക്കത്തിൽ പോലീസിന്റെ നീക്കം. കൊട്ടാരത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും ഉടൻ തീരുമാനിക്കും. രണ്ടാം നിലയിലെ കിടപ്പുമുറിക്കുള്ളിലെ അലമാരിയിൽ സൂക്ഷിച്ച 2 കോടി വില വരുന്ന വജ്രങ്ങളും സ്വർണ്ണാഭരണങ്ങളുമാണ് മോഷണം പോയത്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മോഷണം നടന്നുവെന്നായിരുന്നു ഗൗരി ലക്ഷ്മിഭായിയുടെ പരാതി. അതിനാൽ തന്നെ അന്വേഷണം പോലീസിന് വെല്ലുവിളിയാണ്. നിലവിൽ കേസെടുത്തിരിക്കുന്നത് പേരൂർക്കട പോലീസാണെങ്കിലും പ്രാഥമിക അന്വേഷണം നടത്തി കേസ് പ്രത്യേക സംഘത്തിന് കൈമാറും. 100-ലേറെ മുറികളുള്ള കൊട്ടാരത്തിൽ 4 രാജകുടുംബങ്ങളാണ് താമസം. 40-ലധികം ജീവനക്കാരുമുണ്ട്. കൂടാതെ രാജകുടുംബാംഗങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൊട്ടാരത്തിൽ സന്ദർശനത്തിലെത്തിയിരുന്നു. അതിനാൽ തന്നെ ഇക്കാലയളവിൽ കൊട്ടാരത്തിലെത്തിയവരുടെ പട്ടിക തയ്യാറാക്കി ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. സന്ദർശകരിൽ വിദേശത്തു നിന്നെത്തിയവരുമായും ബന്ധപ്പെടും. ആവശ്യമെങ്കിൽ വിദേശത്തുള്ളവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. മോഷണം നടന്നുവെന്ന് കരുതുന്ന കാലയളവിലെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള കൊട്ടാരത്തിൽ പുറത്തുനിന്നാർക്കും മോഷണത്തിനായി കയറാനാവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.